പിന്നെ എൻ്റെ ഒരു ബേജാറ്, ഞാൻ പണ്ട് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ വന്നു. ഇവിടെ വന്നിട്ട് നിങ്ങളെ പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. പ്രിൻസിപ്പൽ റൌഫ് മാഷും അതേപോലെ തന്നെ സുലൈമാൻ ഖാൻ്റെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ ഒരു സ്ഥാപനം പരിചയപ്പെടുത്തുമ്പോൾ. ഏതായാലും അൽഹംദുലില്ലാ രണ്ടാമത് ഒരു റിവ്യൂ നടത്തിയപ്പോഴേ വളരെ ഹാപ്പിയാണ് ഞാൻ. പഠനമാണ് ഇവിടുത്തെ മെയിനാണ്. ആ അതെ, പഠിക്കേണ്ടവർ ഇങ്ങോട്ട് പോരീന്നാ പറഞ്ഞത്. തന്നെ മനസ്സിലാവും ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. കരാറ്റിലുണ്ടാ? അതന്നെ. ഞാൻ എങ്ങനെയുണ്ട്, എൻ്റെ റീഡിങ് എങ്ങനെയുണ്ട്? ഒരു ഡിസ്റ്റൻസ് പറഞ്ഞോളൂ. ഓക്കെ. നമ്മളിപ്പോൾ ഹോസ്റ്റലേഴ്സ് ആയതുകൊണ്ട് നമുക്ക് നല്ല സപ്പോർട്ട് വേണ്ട. പാരൻസിനെ കാണാൻ തോന്നുമ്പോഴൊക്കെ ആയാലും നമുക്ക് എന്തും എപ്പോഴും പറയാന്നുള്ളൊരു ഇതാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ്. എക്സാം കഴിഞ്ഞ് വരുമ്പോഴും നമ്മളെ കാത്തു നിൽക്കണ കാണുമ്പോൾ നമുക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഓരെങ്ങനെ അയച്ചാൽ നമുക്ക് ശരിക്കും പഠിക്കാൻ തോന്നും. എന്നെ ഇടക്കിടക്ക് ചോദിക്കും, കേരളത്തിൻ്റെ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ കേരളത്തിൽ ബെസ്റ്റ് റെസിഡൻഷ്യൽ സ്കൂൾ പെൺകുട്ടികളുടെ കാര്യത്തിലാണ് എല്ലാവർക്കും ആശങ്ക. അപ്പം നല്ല ഹോസ്റ്റൽ വേണം, നല്ലൊരു ധാർമ്മിക ചുറ്റുപാട് വേണം, ഒപ്പം നല്ല അക്കാദമിക നിലവാരമുള്ള കോളേജ് സ്കൂളായിരിക്കണം എന്നുള്ള ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ ഒരു സ്ഥാപനം പരിചയപ്പെടുത്തുന്നു. നേരത്തെ പരിചയപ്പെടുത്തിയതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൂരിയാട്. എന്നെ അറിയുന്ന ആളുകളാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും ടീച്ചേഴ്സൊക്കെ. അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടി പരിചയപ്പെടുത്തുന്നത്. ഷാസിയ ഇൻ്റർനാഷണൽ ക്യാമ്പസിലാണ് ഞാനുള്ളത്. നോക്കി ഞങ്ങൾ എത്ര മനോഹര. ഈ ഒരു പുറമോടി മാത്രമല്ല കേട്ടോ, ഇവിടെ ക്വാളിറ്റിയുടെ കാര്യത്തിലും ബാക്കി സ്ട്രിക്റ്റിൻ്റെ കാര്യത്തിലും പിന്നെ പെൺകുട്ടികളെ സേഫായിട്ട് നിങ്ങൾക്ക് ആ ഹോസ്റ്റലൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ്. ക്ലാസ് റൂം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ, പഠനത്തിനുള്ള അറ്റ്മോസ്ഫിയർ, റെസ്റ്റ് എടുക്കാനുള്ള അറ്റ്മോസ്ഫിയർ, ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റിയുള്ള ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ ഇവരുടെ ഷാസിയൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആട്ടോ ഹോസ്റ്റൽ. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വലിൽ കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഹോസ്റ്റൽ റൂം. വളരെ മനോഹരമായിട്ട് നല്ല എല്ലാ സൗകര്യങ്ങളും, എയർ കണ്ടീഷൻ ഉൾപ്പെടെ അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ അവർക്കുള്ള പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ. ഹോസ്റ്റലേഴ്സിൻ്റെ മറ്റൊരു റൂം 8 പേരുടെ റൂമാണ് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ അല്ലേ സാറേ? 8 പേർ റൂമാണ്. ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സാധാരണ ഹോസ്റ്റലൊക്കെ ഇങ്ങനെ ഡിസോർഡർ ആയിരിക്കും. കുട്ടികളിപ്പോൾ പഠിക്കുകയാണ് അവിടെ കോളേജിലാണ്, സ്കൂള് ഉള്ളത്. എക്സാം അല്ലേ? എനിക്ക് ചോദിക്കാനുള്ള ഈ വൃത്തിയൊന്നും ഉണ്ടാവില്ലേ? ഡെയിലി ഉണ്ടാവും ഈ വൃത്തി. കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണത്. രാവിലെ 1-2 സ്റ്റാഫ് ഒന്ന് ക്ലീൻ ചെയ്ത് പോകും, ബാക്കിയൊക്കെ മക്കൾ ചെയ്യും. അവര് ഡിസോർഡർ ആക്കൂല. ഇവിടുത്തെ പഠിച്ചു പോയ കുട്ടികൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കോഴ്സുകളും ജോലികളും ചെയ്യുന്ന ആളുകളാണ്. ആജി ഇപ്പോൾ കുറച്ച് ബാക്കിയൊക്കെ എക്സാമും കാര്യങ്ങളും തിരക്കാണോന്നല്ലേ? അപ്പോൾ സന്തോഷം. കുറച്ച് കുട്ടികളെ പരിചയപ്പെടുത്തിക്കൂടെ? ഞാൻ മനസ്സിലാക്കിയത് അവരോട് ചോദിച്ചപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന്, പാലക്കാട് നിന്ന്, കോഴിക്കോട് നിന്ന്, കണ്ണൂരിൽ നിന്ന്, ഇനി ഇല്ലാത്ത ജില്ലയിൽ നിന്നില്ല, കുറച്ചാളുകൾ ഇവിടെ ഉള്ളൂ. എന്താണ്, എല്ലാവരും ഇവിടെ ഹാപ്പി ആണോ? ആണോ? ഓക്കെ, സന്തോഷം. ഇയാള് ഇവിടെ പേരെന്താ? വീട് ലക്ഷദ്വീപ്. എങ്ങനെയുണ്ട് നമ്മുടെ ഷാസിയ ക്യാമ്പസ്? എന്ത് തോന്നുന്നു? നാട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കി. ഏതിനാ പഠിക്കണേ? പ്ലസ് ടു. ഒന്ന് പറഞ്ഞേ, അഭിപ്രായം പറഞ്ഞേ. ഷാസിയയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അറ്റ്മോസ്ഫിയർ. ആൻഡ് ഷാസിയ പ്രൊവൈഡ്സ് മീ എ കാം, പീസ്ഫുൾ ആൻഡ് ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ. എനിക്ക് ഇവിടെ വന്നിട്ട് ശരിക്കും മനസ്സമാധാനമാണ്. +1 +2 പഠിക്കുമ്പം വി ഷുഡ് ബി ഇൻ ആൻ അറ്റ്മോസ്ഫിയർ വേ വി ഫീൽ കാം, റൈറ്റ്? ആൻഡ് ഷാസിയ പ്രൊവൈഡ്സ് us from day to dawn, മോർണിംഗ് മുതൽ നൈറ്റ് വരെ. എവ്രി വൺ വിൽ ബി വിത്ത് us, റൈറ്റ്? ഫ്രണ്ട്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. എക്സാംസിന് 24/7 നമ്മുടെ കൂടെ ടീച്ചേഴ്സ് ഉണ്ടാവും. സോ അതിൻ്റെ ആയിട്ട് ഡൗട്ട് ചോദിക്കാനാണെങ്കിലും ഒന്നിനെ കുറിച്ച് നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് റിലാക്സേഷൻ ആണെങ്കിൽ ഈവനിങ്ങിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. വി ക്യാൻ ഗോ ഔട്ട്, വാക്ക്, നമുക്ക് ഫ്രഷ് എയർ ഉണ്ട്. ലൈക്ക് സോ ഒരു കാര്യത്തിനെ കുറിച്ച് അറ്റ്മോസ്ഫിയർ ഓർത്തിട്ട് നമുക്ക് ടെൻഷനാവോ അതൊന്നും അറിയിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. യു കം ഹിയർ, വിൽ ബി calm and quiet and very peaceful. നമുക്ക് റിലാക്സ് ആയിട്ട് പഠിക്കാം. അടിപൊളി. എന്താണ്, നിങ്ങൾക്കൊക്കെ തന്നെയല്ലേ? സന്തോഷല്ലേ? ഉഷാറാണ്. ഏതൊക്കെ സയൻസ് തന്നെയാണല്ലേ? സയൻസിലൂടെ എന്ത് തോന്നുന്നു മോളെ? അടിപൊളിയാണ് ക്യാമ്പസ് പറയുന്നത്. ഇവിടുത്തെ മെയിനായിട്ട് പറയുന്നത് നമ്മൾ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ സ്പോർട്സ് ഡേ കൊണ്ടുപോകലുണ്ട്. പിന്നെ മോർണിംഗിൽ നമ്മൾ എക്സസൈസ്, യോഗ ക്ലാസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. നമ്മൾ സ്റ്റഡീസ് ആയിട്ട് സ്ട്രെസ്സായി നിൽക്കുമ്പോഴാണ് ഈവനിങ്ങിൽ നമ്മൾ ആക്ടിവിറ്റീസും ഔട്ട്ഡോർ ഗെയിംസും ഇൻഡോർ ഗെയിംസ് ഒക്കെ അടിപൊളിയാണ് ഷാസിയിലെ ക്യാമ്പസ്. ആണല്ലേ? ഏതോ പിന്നെ ഒരു സ്പോർട്സ് എനിക്ക് വർത്താനം മനസ്സിലാവും. ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. കരാറ്റിലുണ്ടാ? അതന്നെ. എങ്ങനെയുണ്ട്, എൻ്റെ റീഡിങ് എങ്ങനെയുണ്ട്? ഒരു ഡിസ്റ്റൻസ് പറഞ്ഞോളൂ. ഓക്കെ, ഉഷാറാവട്ടെ. ഇങ്ങനത്തെ കുട്ടികളാണ് വേണ്ടത്. വെറും ക്ലാസ് റൂം
സ്ട്രെസ് പഠനം കമ്പൽസറി ആണ്, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും വേണം അല്ലേ? എങ്ങനെ ഭയങ്കര ഇതാ ഉഷാറാ? ഓ അതെ, ഭയങ്കര ഉഷാറാണ്. ഇപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും സ്റ്റഡീസിൻ്റെ ഒപ്പം പോകുന്നുണ്ട്. ഇപ്പോൾ സ്റ്റഡീസ് ആണെങ്കിൽ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷൊക്കെ നമ്മൾ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് നമ്മളിവിടെ ISRൻ്റെ സെമിനാർ നടത്തിയിരുന്നു. അവരെ ആനിവേഴ്സറിക്ക് സെമിനാർ നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് പങ്കെടുത്തു. സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, ISRൻ്റെ വരൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ ഈ ഹോസ്റ്റൽ പറയുന്നത് നമുക്ക് എക്സ്ട്രാ ഈ ഒരു ഇയർ ആയപ്പോഴത്തേനും എക്സ്ട്രാ ഫെസിലിറ്റീസും കാര്യങ്ങളും നമുക്ക് ഹോസ്റ്റലിലായി. നമുക്ക് നൈറ്റ് ആയാലും ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളും ഹോസ്റ്റലിലും സ്കൂളിലും ഉണ്ട്. നമുക്ക് അത് ഫ്രീ മൈൻഡാണ്. അവിടെ ഒരു സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ സെക്യൂരിറ്റി വാർഡനൊക്കെ എല്ലാവരും ഉഷാറാ. നിങ്ങളെ പാരന്റ്സ് ഹാപ്പി അല്ലേ? എവിടെ വീട്? എൻ്റെ വീട് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണാണ്. പറയുന്നത് ഷാസിന്റെ ആർട്സിനെ പറ്റിയിട്ടാണ്. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അതർ സ്കൂൾസ്. നമ്മൾ ഒപ്പം മൊറാലിറ്റി എന്താ, പിന്നെ ഷാസിന്റെ ഫസ്റ്റ് ആർട്സ്ക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി പറഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവറി വൺ. ഒരു ആർട്സ് ഫെസ്റ്റ് ആണെങ്കിൽ അവിടെ എല്ലാവരും ഉണ്ടാവും. പിന്നെ ഞാൻ ഉൾപ്പെടെ പലർക്കും സ്റ്റേജ് ഫിയർ മാറിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ടാലൻസ്, അതായത് കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഷാസിൽ വന്നിട്ട്. ഇതിനൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് വീക്കെൻഡ്സിൽ വരുന്ന സമാജങ്ങൾ, അതേപോലെ ഇവിടെ ഒരു വീക്കിൽ നമ്മൾ റേഡിയോ സ്റ്റേഷനിൽ സംസാരിക്കും. ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി. ഞാൻ മനസ്സിലാക്കി എന്താ പറയാ, നിങ്ങൾ പറഞ്ഞു തന്നെ. അതായത് ഇതിലിപ്പോ ഓരോ കുട്ടികൾക്കും അവനേന്റെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. ആ കഴിവ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് മനസ്സിലാക്കിയത്. അതിൽ ഉയർത്തുക എന്നുള്ളതാണ്. അത് വിജയിച്ചു. വിജയിച്ചു. എന്താ ഉഷാറില്ല മക്കളെ? എന്താണ് വേറെന്താ പുതുതായിട്ട് ഒക്കെ ഓരോരുത്തർ താല്പര്യം? വേറെന്താ ഉഷാറ്? പിന്നെ കമ്മിങ് ടു ഷാസിയ, ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ എനിക്കൊന്ന് തോന്നിയതാണ്. നമ്മൾ ഡെയിലി നമ്മൾ ക്ലാസ് മാത്രമല്ല, +1 +2 മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡാറ്റ്, വാറ്റ്, മാറ്റ് ഇങ്ങനെ ഡെയിലി അസസ്മെൻ്റ് ആയിട്ടുള്ള ഓരോ ടെസ്റ്റുകളും, അതേപോലെ തന്നെ മന്ത്ലി ആയിട്ടുള്ളതും, അതേപോലെ തന്നെ വീക്ക്ലി ആയിട്ടോ കുറേ എക്സാംസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് എൻട്രൻസ് പാർട്ട്ണറായിട്ട് ഒരു ബുക്ക് തന്നെ ഉണ്ട്. നമുക്ക് ആ OMR ഷീറ്റ് എങ്ങനെ എൻട്രൻസിലേക്ക് ക്രാക്ക് ചെയ്യണം, അതിൽ ഓരോ മോട്ടിവേഷനും ഒക്കെ ടീച്ചേഴ്സ് നമുക്ക് തരലുണ്ട്. ഫുൾ സപ്പോർട്ടാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മൾ ജസ്റ്റ് മൂവ് ഓൺ ചെയ്യാനൊക്കെ ഫുൾ സപ്പോർട്ടാണ്. അടിപൊളി അടിപൊളി അടിപൊളി. എവിടെ ഗൾഫ് എവിടെ പഠിച്ചാണോ? ഇവിടെ തന്നെ KRHS 10th വരെ. ഇവിടുത്തെ കുട്ടികൾ വർത്താനം കെട്ട് കഴിഞ്ഞാൽ വേറെ എവിടെ പഠിച്ചു? ഉഷാറട്ടാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്താണ് ഉഷാറല്ലേ? ഉഷാറാണ്. ഇവിടുത്തെ ഇപ്പോൾ അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സ്പോർട്സ് പറഞ്ഞു, ആർട്സ് പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനാണ്. നമുക്ക് വേറെ ഞാൻ ഇപ്പോൾ ലക്ഷദ്വീപിൽ വരാണല്ലോ, അപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടാത്ത കുറേ ആക്ടിവിറ്റി. എനിക്ക് ഹോഴ്സ് റൈഡിങ് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് വെച്ച്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ക്ലാസ് കിട്ടിയതിന് ശേഷം എനിക്ക് ഇപ്പോൾ വീണ്ടും ചെയ്യണം എന്നുള്ളത് കൂടി എനിക്ക്. പിന്നെ അതേപോലെ നമ്മൾ സ്വിമ്മിങ് വീക്ക്ലി വൺസ് ആയിട്ട് നമുക്ക് സൺഡേസിൽ നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ സ്വിമ്മിങ്ങിന് കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരും പേടിയുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ വന്നതിന് ശേഷം പഠിച്ച് അതിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഇവിടെ കരാട്ടെ മെയിൻ. അത് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണല്ലോ, അപ്പം ഈ 2 വർഷത്തിനിടയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് പോയവരുണ്ട്. സോ അങ്ങനെ അടിപൊളി. എന്താ ഉഷാറ്? ഉഷാറാണ്. ടീച്ചേഴ്സിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് എടുത്ത് പറയാൻ തോന്നിയത്. ഇവിടെ നൈറ്റ് ടൈമിലും ഫുൾ ടൈം നമ്മൾ എക്സാം ടൈമിലൊക്കെ ഒരു പോവാതെ നമുക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകി ഇവിടെ ഉണ്ടാവും. അപ്പം അത് നമുക്ക് വലിയൊരു ഹെൽപ്ഫുൾ ആണല്ലേ? എന്താ മോളെ ഉഷാറല്ലേ? ഉഷാറാണ്. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഹെൽപ്ഫുള്ളായി തോന്നിയത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടച്ച് പോയില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ടച്ച് വിടും തോന്നി. പക്ഷേ കുറേ ആക്ടിവിറ്റീസും കോമ്പറ്റീഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്തോ ഒരാൾക്ക് എന്തോന്ന് പറയാനുണ്ട്, നിങ്ങൾക്കല്ലേ പറയാനുള്ളത്? പറഞ്ഞോളേ. ഇവരൊക്കെ ഇവിടുത്തെ എക്സ്ട്രാ വെൽഗേറ്റ് അങ്ങനത്തെ പറഞ്ഞേ ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പഠനം തന്നെയാണ്. നമുക്ക് എല്ലാത്തിനും നീറ്റ് ആയാലും JEE ആയാലും എല്ലാത്തിനും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പഠനമാണ് ഇവിടുത്തെ മെയിൻ. മെയിനാണെന്നുള്ള മാനേജറിനോട് പറഞ്ഞു. ഇങ്ങോട്ട് വന്നോളി. അതെ, പഠിക്കേണ്ടവർ ഇങ്ങോട്ട് പോരിന്നാ പറഞ്ഞത് അല്ലേ? ഇപ്പൊ ഏതോ ഈ വർഷത്തെ റിസൾട്ടിൽ ഇനി ഫുൾ മാർക്ക് എന്തോ പ്രിൻസിപ്പൾ പറഞ്ഞു, +1 പ്രതീക്ഷ ഉണ്ട് പറഞ്ഞു അല്ലേ? ഏതൊക്കെ ആളുകൾ ഉണ്ട് പറഞ്ഞു. ഏതായാലും അങ്ങനെ ആവട്ടെ. എനിക്കിവിടെ ഷാജിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇവിടുത്തെ ഫാക്കൽറ്റീസാണ്. നമുക്ക് ഇതുവരെയുള്ള ഞാൻ ഇത്രയും കാലം പഠിച്ച മാതിരി ഒന്നുമല്ല, ഇവിടെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ്. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്ന മാതിരി ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കേസാവട്ടെ. നമ്മളിപ്പോൾ ഹോസ്റ്റലേഴ്സ് ആയതുകൊണ്ട് നമുക്ക് നല്ല സപ്പോർട്ട് വേണ്ട. പാരൻസിനെ കാണാൻ തോന്നുമ്പോഴൊക്കെ ആയാലും നമുക്ക് എന്തും എപ്പോഴും പറയാന്നുള്ളൊരു ഇതാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ്. എക്സാം കഴിഞ്ഞ് വരുമ്പോഴും നമ്മളെ കാത്തു നിൽക്കണ കാണുമ്പോൾ നമുക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഓരിങ്ങനെ ആലോചിച്ചാൽ നമുക്ക് ശരിക്കും പഠിക്കാൻ തോന്നും ഇവിടെ. അത്രയും പാരൻസിനെ പോലെ തന്നെ നമ്മൾ അങ്ങനെ കൊണ്ട് നടക്കുകയാണ് ഒരുവിടെ. നമുക്കൊരു കുറവില്ലാണ്ട് നമ്മളെങ്ങനെ ഓരോ ദിവസം നമ്മളെങ്ങനെ അടിപൊളിയാക്കി നോക്കുക എന്നുള്ളതാണ് ഓരോ ചിന്ത ഫുള്ള് അങ്ങനെ.
അടിപൊളി. ആവേൽ സുലൈമാൻ ഹാജിയാണ് ഇതിന്റെ നട്ടെല്ല് എന്ന് പറയാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. സന്തോഷം. അസ്സലാമു അലൈക്കും. പിന്നെ ഇതിന്റെ പ്രിൻസിപ്പളാണ് പിന്നെ റൌഫ്. ചെറിയ ആളുകൾ തന്നെയാണ്. നോക്കട്ടെ അല്ലേ? ഉഷാറാവട്ടെ. പണ്ടൊരു വീഡിയോ പരിചയപ്പെടുത്തിയിരുന്നല്ലോ, അതിന്റെ റിസൾട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇല്ല, നമ്മളെ ഫൈസൽ സാറെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് നമുക്കൊന്ന് വന്നിട്ടുണ്ട്. മാഷാ അല്ലാ, ഒരുപാട് ആളുകൾ സാരെയും വിളിച്ചിട്ടുണ്ട്. അന്ന് സാറ് നമുക്ക് റെഫർ ചെയ്ത് തരും. പക്ഷെ ആ ആളുകളോടൊക്കെ സാറ് പറഞ്ഞ പ്രോമിസ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒറ്റയടിക്ക് പറഞ്ഞാണ് ഇവിടെ എന്തൊക്കെയുണ്ട്. പ്രധാന ഊന്നൽ +1 +2 സയൻസിലെ അക്കാഡമിക്സിനാണ്. അതിൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ എൻട്രൻസ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഷാസിയുടെ തന്നെ ഒരു പുസ്തകമുണ്ട്. അത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിൻ്റെയും ബയോളജിൻ്റെയും മാത്സിൻ്റെയും കൂടെ കൊടുക്കും. ജയ് വേണ്ടവർക്ക് മാത്സിൻ്റെ കൂടെ അതുണ്ടാവും. പിന്നെ നമ്മൾ ഡെയിലി ടെസ്റ്റ് നമ്മളൊരു ബുക്കുണ്ട്, ക്രാക്കിറ്റ് എന്ന് പറഞ്ഞ്. അത് കറക്റ്റ് നമ്മൾ ഓരോ ദിവസവും ഡെയിലി ടെസ്റ്റ് നടത്തി, OMR ടെസ്റ്റ് നടത്തി, ഓരോ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ച് ബോർഡ് എക്സാം വരുന്ന സമയത്ത് കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലേക്ക് മാറും. ആ രീതിയിൽ അക്കാഡമിക് ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ എയിം. ആ കൂട്ടത്തിൽ പക്ഷേ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സംഭവമാണ് പെൺകുട്ടികളാവുന്ന സമയത്ത് അവരുടെ ഒരു ധാർമ്മിക ചുറ്റുപാട്, ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ. അപ്പോൾ അതിനു കൂടി വേണ്ടി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഉണ്ട്. പക്ഷെ അത് കേവലം നോളജ് ഇമ്പാർട്ടിങ് എന്നതിലുപരി ലൈഫിൽ അവർ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ച്, സുബഹി ജമാഅത്ത് നിസ്കരിച്ച്, ളുഹർ ജമാഅത്ത്, അസർ ജമാഅത്ത്, ആ രീതിയിൽ ഒളു കൊടുക്കുന്ന സമയത്ത് മെൻറ്റേഴ്സ് അവരെ കൂടെ ഉണ്ടാവും. അവർക്ക് എന്തൊക്കെയാണോ കുറവുകൾ എന്നൊക്കെ ആദ്യഘട്ടത്തിൽ തിരുത്തി കൊടുക്കും. രാവിലെ പിന്നെ ഖുർആൻ ഓതാൻ, ഇപ്പോൾ ഒരു ഫിഖ്ഹ്, ഹദീസ്, തഫ്സീർ, തജ്വീദ്, ഈ 4 സബ്ജക്റ്റ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അത് കേവലം നോളജ് കൊടുക്കുക എന്നുള്ളതല്ല, അത് ലൈഫിൽ അവർക്ക് എന്നും ഉണ്ടാവാനുള്ള, അവർക്ക് ഫോളോ ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പാരൻസൊക്കെ ആ രീതിയിൽ നമ്മോട് ഭയങ്കര ഹാപ്പിനെസ് അറിയിക്കാറുണ്ട്. ജൂനിയർ ഷാസിയ നമ്മളിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ്. ഇത് 6 മുതലൊരു ഫൗണ്ടേഷൻ സ്റ്റേജിൽ കുട്ടികളെ നമ്മൾ സയൻസ്, മാത്സ് ഇതിലൊക്കെ നല്ല ക്യാപ്പബിലിറ്റി കൊടുത്ത് എക്സ്ട്രാ അവരെ പഠിപ്പിച്ച് അവർ 10 കഴിഞ്ഞ് +1 എത്തുമ്പോഴേക്ക് എൻട്രൻസ് പഠിക്കാനുള്ള എല്ലാ ഒരു കാഴ്ചപ്പാടും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നല്ല കഴിവും കിട്ടിയിട്ടുണ്ടാവും. അതാണ് പ്രധാന ലക്ഷ്യം. പിന്നെ നമുക്കറിയാലോ, ചെറുപ്പം മുതൽ തന്നെ വളർന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമുണ്ടല്ലോ, അത് 6 മുതൽ തുടങ്ങുന്നുണ്ട്. ഒരുപാട് മക്കൾ 6ാം ക്ലാസ് മുതലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തു നിന്നുള്ള മക്കൾ. സന്തോഷമാണ്. പിന്നെ നമ്മുടെ സ്കൂള് അറിയാം, KRHS ഷാസിയൻ്റെ തന്നെ ഭാഗമാണ്. നമ്മളെ ഈ ഒരു സബ് ജില്ലയിൽ തന്നെ ഒരു നല്ല പെർഫോമിങ് ചെയ്യുന്ന അടിപൊളി സ്കൂളാണ്. ആർട്സിലായാലും സ്പോർട്സിലായാലും സബ് ജില്ല സയൻസിലൊക്കെ ഞങ്ങൾ പ്രാവശ്യം ചാമ്പ്യന്മാരാണ്. എല്ലാ അർത്ഥത്തിലും സ്കൂൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കൂട്ടത്തിൽ പിന്നെ സയൻസും എൻട്രൻസും പഠിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രഷറുണ്ട്. അത് കുറക്കാൻ, ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ള രീതിയിൽ കോകരിക്കുലറായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പെൺകുട്ടികളെ ലൈഫ് സ്കില്ല് നിർബന്ധമാണ്. സ്വിമ്മിങ് ഇവിടുന്ന് പഠിക്കണ എല്ലാ കുട്ടികളും നിർബന്ധമായും പഠിച്ചിട്ടുണ്ടാവും. നിർബന്ധമായി പഠിപ്പിക്കും. അതുപോലെ കരാട്ടെ, അതിൻ്റെ ഇപ്പോൾ ഇവിടുന്ന് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത കുട്ടികളുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു 2 months ago നമുക്കൊരു കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ മക്കളാണ് ഒരുപാട് മെഡലുകൾ നേടിയത്. പിന്നെ ഹോഴ്സ് റൈഡിങ്, അത് നമ്മൾ പുതിയ കാലത്തൊരു ഗ്ലാമർ സംഭവമാണല്ലോ. അപ്പോൾ അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ പിന്നെ അവരൊരു പബ്ലിക് സ്പീക്കിംഗ്, പ്രസൻറ്റേഷനൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ സമാജങ്ങൾ, ലിറ്റററി ഫെസ്റ്റിവലുകൾ, പ്രോഗ്രാമുകൾ, എല്ലാ രീതിയിലും പെൺകുട്ടികൾക്ക് ഉയരാനുള്ള ഒരു എക്സ്പോഷർ നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റിയതാണല്ലോ. ഒരു സ്ഥാപനത്തിന് നല്ലൊരു എക്സ്പോഷർ കൊടുക്കുക, അതിൽ കുട്ടികൾ വളരുക. ഞങ്ങളൊരു പുതിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഷാസിയ സൂപ്പർ 40 എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സൂപ്പർ 40 എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല 40 പേരെ എടുക്കുക എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് കിട്ടുന്ന 40 കുട്ടികളെയാണ് ഒരു ബാച്ചിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക. യെസ്, ആ 40 കുട്ടികളെയും ഏറ്റവും നല്ല പ്രൊഫഷനിലേക്ക് എത്തിക്കുക, അതൊരു ഡ്രീമാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചോനാണല്ലോ വലുത്. നമ്മൾ അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ 40 പേരെ ഏറ്റവും അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഏറ്റവും ഹയർ പ്രൊഫഷനിലേക്ക് എത്തിക്കുന്ന ഒരു റെക്കോർഡിലേക്ക് എത്തണം നമുക്കുണ്ട്. പിന്നെ മാഷാ അല്ലാഹ് നല്ല സ്കോറിംഗ് ആണ് കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻട്രൻസിലായാലും ബോർഡിലായാലും തിരക്കില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. ഈ നിമിഷം വരെ സന്തോഷത്തോടെയുള്ള നല്ല റിസൾട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആളുകളുടെ എൻക്വയറി മറ്റൊക്കെ ആ രീതിയിൽ പോസിറ്റീവാണ്. യെസ്, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുണ്ട്. പ്ലസ് ലക്ഷദ്വീപിൽ നിന്ന് അറൗണ്ട് 15 സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കണം. അത് ഉണ്ട്. നമുക്ക് പുതിയ ഹോസ്റ്റൽ വന്നല്ലോ. കഴിഞ്ഞ തവണ നമുക്കൊരു പരിമിതി ഉണ്ടായിരുന്നത് ഹോസ്റ്റലിൽ കുട്ടികളെ കുറേ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വർഷം മാനേജ്മെൻറ്റ് അത് പരിഹരിച്ചു. പുതിയ ബിൽഡിംഗ് എടുത്തു. അതിൽ നല്ല ഫെസിലിറ്റിയാണ്. സാർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളി ഫെസിലിറ്റിയാണ്. ഇൻഷാ അല്ലാഹ്. എന്താണ് സുലൈമാൻ ഹാജി, നിങ്ങൾ എല്ലാ സൗകര്യവും ചെയ്തു? വളരെ നല്ല എല്ലാ സൗകര്യങ്ങളും, പ്രാഥമികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് വളരെ ഉഷാറാക്കിയിട്ടുണ്ട്. നല്ല ഹോസ്റ്റലാണ്. പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രിൻസിപ്പൽ റൌഫ് സാറും അദ്ദേഹത്തിൻ്റെ ടീമും വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികളെ ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത്. അതിൽ ഒരു ബിസ്മി ചെല്ലുന്ന കളക്ടർ ആവാനും ഒരു ബിസ്മി ചെല്ലുന്ന എൻജിനീയർ ആവാനും അതുപോലെ ബിസ്മി ചെല്ലുന്ന ഡോക്ടർ ആവാനും അങ്ങനെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ അവരെത്തിപ്പെടുന്നു ആ മേഖലയിൽ ഒരു ഇസ്ലാമിക ബോധത്തോടു കൂടി ഒരു സമൂഹത്തിന് നല്ല നിലക്ക് വാർത്തെടുക്കാനുള്ള അതാണ് ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അങ്ങനത്തെ ഏറ്റവും കഴിവുള്ള പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ കുറേ കാലങ്ങളായിട്ട് പുറകിലായിരുന്നു എന്ന് പറയപ്പെടാറുണ്ടായിരുന്നു. പക്ഷേ അവരെ ഏറ്റവും നല്ല കഴിവുള്ള നല്ല കുട്ടികളായി ഏറ്റവും സമൂഹത്തിൻ്റെ മുൻപന്തിയിലെത്തിച്ച് നല്ല സമൂഹത്തിന് വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആകെ തുക ഞങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും എന്ത് സൗകര്യങ്ങളാണോ മക്കൾക്ക് വേണ്ടത് ആ സൗകര്യങ്ങളെല്ലാം 100% ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല താമസവും നല്ല ഭക്ഷണവും നല്ല അക്കാഡമിക്കും അതുപോലെ മറ്റു ആക്ടിവിറ്റീസും നന്നായി നൽകിക്കൊണ്ട് ഏറ്റവും നല്ലൊരു ക്യാമ്പസായി ഈ ക്യാമ്പസിനെ ഉയർത്തിക്കൊണ്ടു പോകലാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെയും ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും പ്രഥമവുമായ അവസാനവുമായ ലക്ഷ്യം അതാണ്. അതിലേക്ക് നമ്മളെ മക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഠിച്ചിറങ്ങിയ ഒരുപാട് മക്കൾ ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നല്ല ഉയർന്ന സ്ഥാനങ്ങളിൽ പഠിക്കുകയും ജോലി ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. അതിലൊക്കെ വളരെയധികം അതിയായ സന്തോഷമുണ്ട്. ഇനിയും ആ പ്രവണത അതിനേക്കാൾ മെച്ചപ്പെടുത്തി തുടർന്നു പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സന്തോഷം. പിന്നെ എൻ്റെ ഒരു ബേജാറ്, ഞാൻ പണ്ട് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ വന്നു. ഇവിടെ വന്നിട്ട് നിങ്ങളെ പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് അതിൽ സമാധാനമായി എന്ന് പറഞ്ഞേ. പ്രിൻസിപ്പൽ റൌഫ് മാഷും അതേപോലെ തന്നെ സുലൈമാൻ ഖാൻ്റെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ ഒരു സ്ഥാപനം പരിചയപ്പെടുത്തുമ്പോൾ. ഏതായാലും അൽഹംദുലില്ലാ രണ്ടാമത് ഒരു റിവ്യൂ നടത്തിയപ്പോഴേ വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഇനി ഏതെങ്കിലും നിങ്ങളുടെ കുട്ടികൾ സേഫായിട്ട് പെൺകുട്ടികൾക്ക് എല്ലാ സൗകര്യത്തോടും കൂടി പിന്നെ താമസവും ഒക്കെ അക്കാദമിക കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഒക്കെ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്തിട്ട് നല്ലൊരു കുട്ടിയെ വേണം നിങ്ങൾക്ക് എങ്കിൽ ഷാസിയെ ചേർത്തോളൂ. അതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്.